ചെണ്ടോട്ട് അറിയോ ചേച്ചിക്ക്? ഞാൻ ഗുരുവായൂർ സ്വദേശിയാണ്. ഒരു 21 വയസ്സ് വരെയും ഗുരുവായൂരപ്പന്റെ തിരുനടയില് കല, അതുപോലെ തന്നെ മറ്റു പാട്ടുകള്, അതുപോലെ തന്നെ വാദ്യങ്ങള് ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛനമ്മമാര് അങ്ങനെ ഒരു അനുഗ്രഹം കൂടി എനിക്ക് തന്നിട്ടുണ്ട്. കാരണം മാതാപിതാക്കൾ കലയോട് വലിയ താല്പര്യമുള്ളവരായിരുന്നു. കുടുംബത്തിലെല്ലാവരും തന്നെ. പേട്ടൻ കൃഷ്ണനാട്ടം കളിയിലായിരുന്നു, അനിയൻ കലാപ്രതിഭയായിരുന്നു. നമുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ അച്ഛനമ്മമാർ തന്നിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ അടുത്തല്ലേ, അതിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ അവിടെ ആയതുകൊണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒന്നും സൗകര്യം ഇല്ലായിരുന്നു. അതിന്റെ ഒരു കുഴപ്പം നമുക്കുണ്ടായിരുന്നു. കാരണം വിചാരിച്ചത്രയും നമുക്കൊന്നും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഗുരുവായൂരായതുകൊണ്ട് ഇത്തരത്തിലുള്ള കലകളൊക്കെ അവിടെ എപ്പോഴും കാണാനും കേൾക്കാനും, അത്തരത്തിലുള്ള വലിയ ആളുകളെ, അതായത് മഹത്തുക്കളായിട്ടുള്ള കലാകാരന്മാരെ കാണാനും അവരുടെ പരിപാടികൾ കേൾക്കാനും, പിന്നെ മേളം എന്ന് പറഞ്ഞാൽ എന്നും നമുക്കൊരു കമ്പമാണ്. കാരണം തൃശ്ശൂർക്കാരാണെങ്കിൽ ഇത് തൃശ്ശൂർ പൂരം പോലെ, അതുപോലെയുള്ള ഉത്സവങ്ങള് അവിടെയൊക്കെ കൊട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചാടാത്തവരും അതിനൊപ്പം അതിലെ ലയിച്ചു നിൽക്കുന്നവരും എനിക്ക് തോന്നുന്നു തീരെ കാണാനുണ്ടാവില്ല അല്ലാത്തവരായിട്ട്. അതായത് ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിലൊക്കെ മേളക്കൊഴുപ്പില് ആ ലഹരി പങ്കുകൊള്ളുന്നവരാകും, ആ ലഹരിയിൽ ഭാഗമാകുന്നവരായിരിക്കും കഴിയുന്നത്ര എനിക്ക് തോന്നുന്നു ആ ഭാഗത്തുള്ള എല്ലാവരും തന്നെ. അപ്പൊ അതിലൊരാളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. പിന്നെ കുറെ കാലം പുറത്തൊക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ നാട്ടിന്റെ ആ ഒരു നന്മയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സാംസ്കാരിക പെരുമ, അത് തന്നെയാണ് കലാ സാംസ്കാരിക വേദികളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഊർജവും. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. എന്നും അതുപോലെ ഈ സംസ്കാരത്തിന്റെയും കലയുടെയും ഒക്കെ പ്രചരണത്തിന്റെ ഒരു ഭാഗമാവാനും സാധിക്കണമെന്നാണ് പ്രാർത്ഥന.